ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇതാണ് എന്റെ അച്ചാച്ചൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് ഗൈസ്. ഇതെന്തുകൊണ്ട് സ്പെഷ്യൽ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ നാൾക്ക് ശേഷം എൻ്റെ അച്ഛനെ അമ്മേനെയും കാണാൻ പോവാണ്. അച്ഛൻ അമ്മ മീൻസ് എൻ്റെ പൊന്നൂൻ്റെ അച്ഛനെ അമ്മേനെയും കാണാൻ പോവാണ്. അപ്പം ഞാനും പൊന്നും കൂടെ ഇന്ന് രാത്രി ട്രെയിൻ കയറി നമ്മൾ നാളെ നേരെ ഇടുക്കിക്ക് വിടുകയാണ്. സോ ഐ ആം സോ എക്സൈറ്റഡ്. കുറേ നാളായി. ലാസ്റ്റ് ഞാൻ പോയിട്ടൊരു 6 or 7 months ആവും തോന്നുന്നു. ബട്ട് ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അച്ഛനെ അമ്മേനെ കാണാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒന്ന് ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് റെഡി ആവണം. രാത്രി 12:30 ട്രെയിൻ ഗുരുവായൂർ എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്, 12:30. സോ അതിൽ കയറി നമ്മൾ പിറ്റേന്ന് രാവിലെ എനിക്ക് ഐ ഗസ് ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ആലുവ എത്തും. സോ എല്ലാ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോകാനുള്ള ബേസിക് റീസൺ അച്ഛൻ്റെ മലയ്ക്ക് പോകാനുള്ള കെട്ടുനിറയാണ്. സോ അതാണ് ബേസിക് റീസൺ. അപ്പോൾ അത് കൂടി കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കുറേ നാൾ കൂടി പോകുന്നതാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ്. സോ അത് കാണാൻ വേണ്ടി ഞാൻ വീണ്ടും കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി എല്ലാം സെറ്റാക്കുക. പൊന്നൂടെ വരും. പൊന്നിപ്പോൾ കുറച്ച് ബുക്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവൾ വന്നിട്ട് റെഡിയായി ബാക്കി പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നേരെ നമുക്ക് പോകാം ഗൈസ്. അപ്പം ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം ഗൈസ്. ബൈ. അപ്പോൾ ഞങ്ങൾ റെഡിയായി ഗൈസ്. അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വണ്ടി വന്നില്ല ഇതുവരെ. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഗൈസ്. അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ തൊഴുതിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഈ ആണ്ടിലൊന്നും ട്രെയിൻ വരില്ലെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. 12:30 അതും 1 മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിൻ ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്. എപ്പോൾ വരുമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ്. വന്നു ഗൈസ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങളുടെ സീറ്റൊക്കെ ഒരാൾ കയറി ഇരുന്നിട്ട് റിസർവ്ഡ് സീറ്റ് ആയിരുന്നെങ്കിൽ പോലും അവര് നമുക്ക് തന്നില്ല. എന്നിട്ട് നമ്മൾ അടിച്ചിറക്കി വിട്ടവരെ ലാസ്റ്റ്. ഗായ്സ് അങ്ങനെ നമ്മൾ ഫൈനലി ആലുവ എത്തി. പൊന്നുമൊക്കെ ഉറക്ക ക്ഷീണത്തിലാണ്. എൻ്റെ പൊട്ടൊക്കെ പറന്നു പോയെന്ന് വേണം ഉറക്കത്തിൽ. അങ്ങനെ നമ്മൾ കുറേ ലേറ്റായി. എവിടെയൊക്കെ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ട് ഉറങ്ങി മഴയും മഴ ഇവിടെ ഫുള്ള്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 3 ബസ് പിടിച്ച് പോകണം ഗൈസ്. നമുക്ക് ഇപ്പം ലിഫ്റ്റ് കയറാം. അങ്ങനെ ഞങ്ങൾ 6:30 ആയപ്പോൾ ആലുവ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ നേരെ ഒരു ഹോട്ടൽ തപ്പി പിടിച്ച് അവിടെ നിന്ന് ഒരു സെറ്റ് ഭൂരി വാങ്ങിച്ചു. ഞങ്ങൾ അത് മാത്രമേ കഴിച്ചുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അധികം കഴിക്കാനും പറ്റിയില്ല. അങ്ങനെ കുറച്ച് കഴിച്ചു. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു ഇല്ലേ. എക്സ്പ്രഷനാണ് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നത്. ഞാൻ അവളും കൂടെ കുറച്ച് കഴിച്ചു. എന്നിട്ട് നേരെ എനിക്ക് എൻ്റെ കയ്യിലാകെ ഭൂരി മൊത്തം കറി ആയതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഫോൺ ഓഫ് ചെയ്യിച്ചു ഗൈസ്. ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് പോകണം. അതെ, ബസ് സ്റ്റാൻഡ് ആലുവ ബസ് സ്റ്റാൻഡിൽ നമ്മൾ പോയി എത്തി. അവിടെ നിന്നാണ് നമുക്ക് 3 ബസ് കിട്ടുന്നത്. യെസ്. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി. ടൈമിൽ നമ്മൾ ബസ്സിൽ കയറി. നമ്മളിപ്പോൾ 3 ബസ്സിലാണുള്ളത്. പക്ഷെ 3 ബസ് കയറിയെങ്കിലും നമ്മൾ എവിടെയാണ് മുന്നേ ഇറങ്ങുന്നത്? അല്ല, കോതമംഗലത്ത് ഇറങ്ങും. ഇവിടെ ടിക്കറ്റ് കോതമംഗലത്തിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോതമംഗലത്തിൻ്റെ ഈ ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ വണ്ടർലയിലൊക്കെ പോയിട്ട് മറ്റേ റൈഡിൽ കയറുന്ന പോലെയാണ്. ഇങ്ങനെ ചാടിയാണ് പോകുന്ന കൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടുക്കിയിലെ ബസ്സും കർണാടകത്താണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇടുക്കി പോവാണ് കൈസ്. എനിക്കാണെങ്കിൽ ഒരു ലക്കം ബ്രേക്കും കിട്ടുന്നില്ല ഇതിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ കോതമംഗലത്ത് ഇറങ്ങിയിട്ട് ഇവളുടെ ഷോപ്പിംഗ് വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ഇവിടെ അവിടെ കിടന്ന് പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങുന്ന ഷോപ്പിംഗ് വ്ളോഗ്. നമുക്കത് അവിടെ ചെന്നിട്ട് ബാക്കി എടുക്കാനായിട്ട്. നമ്മൾ നേരെ
ഭയങ്കര പാലം എത്താറ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇടുക്കിയിലെ മെയിൻ എൻട്രൻസിലോട്ടാണ് പോകാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോ അല്ല ഇതിന്റെ തൊട്ട് പിന്നെ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. നിങ്ങളെന്താ കിഴങ്ങ് വിഴിഞ്ഞ പോലെ ഇരിക്കുന്നത്. ഇത് ഇടുക്കിയിലേക്കുള്ള കവാടമാണ് ഗൈസ്. റാണിക്കല്ലേ. ഇവിടെ ഒരു വലിയ യൂത്തിൻ വളമുണ്ട് ഗൈസ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയാനാണ് എനിക്ക് ഇഷ്ടം. നമ്മളിപ്പം മൂന്നാർ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടിമാലിലാണ് ഇറങ്ങേണ്ടത്. അടിമാലിക്ക് ബാക്കിലായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. പോകുന്ന വഴി കുറേ നല്ല സ്പോട്ടുകളൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്ന വെള്ളച്ചാട്ടങ്ങൾ, 1-2 സ്ഥലങ്ങളിൽ അങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. നല്ല മഞ്ഞാണ്, നല്ല മഴയും. അതെ എസ്പെഷ്യലി ഇപ്പം മറ്റേ ന്യൂനമർദ്ദം നിൽക്കുന്നുണ്ട്. നല്ല കോടയും നല്ല മഞ്ഞും മഴയൊക്കെ ആയിരുന്നു. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ അച്ചാച്ചൻ്റെ അടുത്ത് എത്തി ഗൈസ്. ഇതാണ് അച്ചാച്ചൻ. ഹേ ഗൈസ്, അപ്പോൾ ഞങ്ങളിതേ ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റ് വന്ന് ആകെ ഒന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ നടക്കാൻ ഇറങ്ങിയിട്ട് ഇവരുടെ വീടിന്റെ ഒരു മുകൾ ഭാഗം ഫുള്ള് എങ്ങനെ കുന്നും മലയൊക്കെയാണ്. ഫുൾ കോട എന്ന് പറഞ്ഞാൽ ഫുൾ കോട. ഒന്നും കാണാൻ പറ്റില്ല. ഈ മലയൊക്കെ ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാൻ. പക്ഷെ ലുക്ക് ഞാൻ ബാക്കാൻ പറഞ്ഞിട്ട് കാണിച്ചാ ഫുള്ള് കോട. ഈ അടിപൊളി കാണാൻ ഫുള്ള് കോടയും ലൈക്ക് സൂപ്പർ. ആ ഒരു ഫീലിംഗ് ആണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം എൻ്റെ ബാക്കിൽ ഫുള്ള് വൈറ്റ് കോട, ഫ്രണ്ടിലും അല ഫുള്ള് ഇങ്ങനെ കോട ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1:30 ആയുള്ളൂ. ഇവിടെ ഫുള്ള് കോടയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. പൊന്നും അമ്മയും കൂടെ താഴെ നിൽപ്പുണ്ട്. ഫുള്ള് കോട മലയൊന്നും കാണാനേ പറ്റുന്നില്ല. അങ്ങോട്ടൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല. താഴെ ഫുൾ വ്യൂ. ഇപ്പുറ സൈഡ് കാണാൻ പറ്റും. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് കുറച്ചുകൂടെ പോയിട്ട് കാണിച്ചു തരാം ഗൈസ്. അത് കഴിഞ്ഞത് അമ്മയും പൊന്നും കൂടെ കിടന്ന് കാണിക്കുന്ന സൂത്രങ്ങളാണ് ഇതൊക്കെ. രണ്ടുകൂടെ അമ്മ വീഡിയോക്ക് നിൽക്കത്തേയില്ല. ഓട്ടം വെച്ചൊരു ഓട്ടമായിരുന്നു വീഡിയോ എടുക്കുന്ന ഫോട്ടോയൊക്കെ ഭയങ്കര ക്രിഞ്ച് പരിപാടിയാണ് പുള്ളിക്കാരിക്ക്. അങ്ങനെ ഞാനും അമ്മയും പൊന്നും കൂടെ അങ്ങനെ ഇറങ്ങി നടക്കും. ഞങ്ങളിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഇതുപോലെ ഇവിടെ താഴെ തോടൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ മന്ദം നടക്കാറുണ്ട്. അങ്ങനെ മന്ദം നടന്നു പോകുന്ന വഴികളാണ് ഗൈസ് ഇത്. മഴയൊക്കെ ആയതുകൊണ്ടൊക്കെയാണ് ഭയങ്കര കാട്, തെളിഞ്ഞ സ്ഥലമൊക്കെ. അതെ, അതുപോലെ ഇത് കുറച്ച് ട്രൈബൽ ഏരിയയും കൂടിയാണ്. ഇതിനെ നമ്മൾ കുടി എന്ന് പറയല്ലേ. കുടി നല്ല ആളുകളാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ അവരുടെ ലാംഗ്വേജും കുറച്ച് വ്യത്യാസമാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ പറയണ അവർക്ക് മനസ്സിലാവും, പക്ഷെ അവരിങ്ങോട്ട് പറയണ നമുക്ക് മനസ്സിലാവില്ല ഗൈസ്. അതാണൊരു വ്യത്യാസം. അത് എന്നെ കുറിച്ച് പറഞ്ഞു അപ്പം നമുക്ക് മനസ്സിലാവില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ തോടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് അമ്മേ ട്രെൻഡ്. നമ്മൾ വന്ന വഴിയും നമ്മുടെ വീടൊക്കെ ഫുൾ മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഫുൾ മഞ്ഞുകൊണ്ട് ഇതാവും. ഇതിപ്പോൾ മഴയൊക്കെയാണ്. അതുകൊണ്ട് ഫുൾ ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതാണ് ഇവിടുത്തെ അന്തരീക്ഷം. തുണി പോലും ഉണങ്ങാൻ പറ്റില്ല. അതാണ് അവസ്ഥ. വന്നോട്ട് ഇത് തന്നെ. ഇവിടെ കുറേ തോട് സീനറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് എന്നെ പിടിച്ചോണ്ട് പോയത്. അമ്മയവളിവിടെ പൊന്നും കൂടെ കൊണ്ടുപോയിട്ട് അവസാനം അവിടെ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഫുൾ എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ എനിക്കൊരു കുഞ്ഞ് കൈത്തോട് കാണിച്ച് എന്നെ പറ്റിച്ച്. ഇത് സൂപ്പർ തോടെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അവിടെ കാണിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. ഇതിൽ പെട്ടാൽ മുങ്ങി മരിക്കുക, അത്ര ആഴം ഇതിന്, ഈ തോടിന്. അങ്ങനെ എന്നെ പറ്റിച്ച് ഗായ്സ്. ഇവളെന്നെ പറ്റിച്ച്. അതിനിടയ്ക്ക് മഴ പെയ്ത് ഗായ്സ്. നമ്മൾ ഒന്ന് തോടൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. എന്നപ്പോൾ വീണ്ടും ഫുള്ള് മഴ.
അവിടെ 2 കുഞ്ഞു പിള്ളേരുടെ ഓടുന്നു മഴയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോവാണ്. അവിടെ വെച്ചിട്ടാണ് കെട്ടുനിറയൊക്കെ ഉള്ളത്. അച്ചാച്ചനും അവരെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് പോകുന്നത് ശബരിമലയ്ക്ക്. വൈകുന്നേരം എന്തോ രാത്രി ഒരു 2 മണി, വെളുപ്പാങ്കാലം 2 മണിയൊക്കെ ആണ് ഇവർ പോകുന്ന. അച്ചാച്ചൻ കെട്ടിറക്കുന്നതാണത്. അരിയിടുന്ന ഞങ്ങളെല്ലാവരും രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് 2 മണിക്കൊക്കെ എഴുന്നേറ്റ് അരിയൊക്കെ ഇട്ട് അച്ചാച്ചൻ അങ്ങനെ മലയ്ക്ക് പറഞ്ഞ് വിട്ടുകായി. എല്ലാവരും ഉണ്ടായിരുന്നു. അച്ചാച്ചൻ്റെ മാത്രമാണ് ഞങ്ങളെടുത്തത്, വീഡിയോ എടുത്തത്. 5-6 പേരുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ കുഞ്ഞൻ അവിടെ അതിനകത്ത് തകൃതിയായിട്ട് അരി നിറയ്ക്കുന്ന വപ്രാളത്തിലാണ് ഗൈസ്. ഇവന് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവൻ ആകെ ഉറക്കപ്പിച്ചിലൊക്കെ ആയിരുന്നു രാവിലെ. എന്നാലും കൊച്ചെല്ലൊക്കെ ചെയ്തു അങ്ങ് അറിഞ്ഞ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഗൈസ്.